തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ചാടിപ്പോയ മൂന്നാമത്തെ ഹനുമാൻ കുരങ്ങിനെയും പിടികൂടി. ഉച്ചയോടുകൂടി KSEB എയർലിഫ്റ്റ് ഉപയോഗിച്ചാണ് ഹനുമാൻ കുരങ്ങിനെ മരത്തിൽ നിന്നും താഴെയിറക്കിയത്. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കുരങ്ങിനെ താഴെയിറക്കിയത്. ഇതോടെ കൂട്ടിൽ നിന്ന് പുറത്തു ചാടിയ 3 കുരങ്ങുകളെയും കൂട്ടിനകത്താക്കിയിരിക്കുന്നു. അഞ്ജന അനിൽകുമാർ വിവരങ്ങളുമായി. അഞ്ജന, ഇപ്പോൾ ചാടിപ്പോയ 3 കുരങ്ങുകളെയും ദിവസങ്ങൾ എടുത്തിട്ടാണെങ്കിലും ഇപ്പോൾ പിടികൂടാനായിരിക്കുന്നു. എങ്ങനെയാണ് ഇവയെ പിടിച്ചത്? സ്മൃതി, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും 3 പെൺ ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയത്. ഈ ചാടിപ്പോയ നിമിഷം മുതൽ അവിടുത്തെ അധികൃതർക്കും ജീവനക്കാർക്കും എല്ലാം തന്നെ ഈ കുരങ്ങുകൾ വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. ആദ്യം മുതൽ തന്നെ ഇവയെ കൂട്ടിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. എന്നാൽ അതൊന്നും ആദ്യഘട്ടത്തിൽ ഫലം കണ്ടില്ല. പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ചും മറ്റു മാർഗങ്ങളിലൂടെയും എല്ലാം തന്നെ ഇവയെ കൂട്ടിൽ കയറ്റാൻ ശ്രമിച്ചു. അപ്പോഴും ഇവ കൂട്ടിൽ കയറാൻ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ഹനുമാൻ കുരങ്ങ് ഭക്ഷണം കഴിക്കാനായി കൂട്ടിൽ കയറുകയായിരുന്നു. മറ്റൊരു ഹനുമാൻ കുരങ്ങ് ആവട്ടെ അതിനെ വല വീശി പിടിക്കുകയായിരുന്നു. എന്നിട്ടും ഈ മൂന്നാമത്തെ ഹനുമാൻ കുരങ്ങ് മാത്രം കൂട്ടിൽ കയറിയിരുന്നില്ല. ആദ്യഘട്ടത്തിൽ സന്ദർശകർക്ക് പോലും മൃഗശാലയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ 2 ഹനുമാൻ കുരങ്ങുകളെ പിടികൂടിയതിനു ശേഷം സന്ദർശകരുടെ വിലക്ക് പിൻവലിച്ചിരുന്നു. ഈ മൂന്നാമത്തെ ഹനുമാൻ കുരങ്ങിനെ ഇന്ന് ഉച്ചയോട് കൂടിയാണ് പിടികൂടിയത്. ഏകദേശം ഒരു 2 മണി 2:15 ആ സമയത്താണ് മൂന്നാമത്തെ ഹനുമാൻ കുരങ്ങിനെ പിടികൂടിയത്. KSEBയുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ ഹനുമാൻ കുരങ്ങിനെ പിടികൂടാൻ സാധിച്ചത്. ഏകദേശം 1 മണിക്കൂർ നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ് ഈ ഹനുമാൻ കുരങ്ങിനെ പിടികൂടിയത്. തിരുവനന്തപുരം PMG യൂണിറ്റാണ് ഇതിനായി സഹായം വഹിച്ചത്. അവർ മൃഗശാലയിലെത്തി ഇതിനെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് സഹായിക്കുകയായിരുന്നു. അതിനുശേഷം ഹനുമാൻ കുരങ്ങിനെ കൂട്ടിൽ കയറ്റുകയായിരുന്നു. ഇപ്പോൾ 3 ഹനുമാൻ കുരങ്ങുകളും സുരക്ഷിതരായി തന്നെ മൃഗശാലയിലെ കൂട്ടിലുണ്ട്. കൂട്ടിലെ കിടങ്ങിൽ അവർ 3 സുരക്ഷിതരാണ്. സ്മൃതി.